പകുതി വിലയ്ക്ക് ഇരുചക്ര വാഹനങ്ങളും ഗൃഹോപകരണങ്ങളും നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു നടന്ന തട്ടിപ്പിൽ അന്വേഷണം ഊർജിതമാക്കണമെന്നും പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ട ഇരകളുടെ പ്രതിഷേധം. പണം നഷ്ടപ്പെട്ടവർ ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. പോലീസ് സ്റ്റേഷന് 50 മീറ്റർ അകലെ വെച്ച് മാർച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം പൊതുപ്രവർത്തകൻ OK സൈദലവി ഉദ്ഘാടനം ചെയ്തു. ചില ആളുകൾ പണം കൊണ്ടുപോയി അടച്ചെങ്കിലും അവർക്കൊരു റസീറ്റ് പോലും കൊടുക്കാൻ ഈ പറയപ്പെട്ട ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ബന്ധപ്പെട്ട ബോർഡ് ഉടമകൾ തയ്യാറായിട്ടില്ല. ശ്രീകൃഷ്ണപുരം കോട്ടപ്പുറത്ത് പ്രവർത്തിക്കുന്ന IRDC ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ചെയർമാൻ, അദ്ദേഹത്തിന്റെ പേര് ഉണ്ണികൃഷ്ണൻ എന്നാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ അതിനകത്ത് ജീവനക്കാരിയായി ഉണ്ടായിരുന്നു. മകൻ അതിനകത്ത് ജീവനക്കാരനായി കാണാൻ വേണ്ടി സാധിച്ചിരുന്നു. ഭാര്യ ഒരു ഹൈസ്കൂൾ ടീച്ചറാണ്. എന്നാൽ 10 ദിവസങ്ങൾക്ക് മുമ്പ് ഈ പറയപ്പെട്ട വനിതകളെല്ലാം തന്നെ ഇൻഡിവിജ്വലായി ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷനിലും മറ്റിതര പോലീസ് സ്റ്റേഷനുകളിലും പരാതി കൊടുത്ത് ബഹുമാനപ്പെട്ട പോലീസ് ഇവർക്കെതിരായിട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതേറെ സന്തോഷം. എന്നാൽ കേസ് രജിസ്റ്റർ ചെയ്താൽ മാത്രം പോരാ. ഈ പ്രതികൾ, ഒളിവിൽ പോയ ഈ പ്രതികളെ കണ്ടെത്തി അവരെ നിയമത്തിന് കൊണ്ടുവരാനുള്ള നിയമ നടപടി. കോട്ടപ്പുറത്തെ IRTC വഴി പണമടച്ച 321 പേർക്കാണ് പണം നഷ്ടപ്പെട്ടത്. ഇതിൽ 161 പേരാണ് വാഹനത്തിന് പണമടച്ച് പണം നഷ്ടമായവർ. മറ്റുള്ളവർ ഗൃഹോപകരണത്തിനാണ് പണമടച്ചത്. 2,84,86,800 രൂപയാണ് IRTC വഴി നാഷണൽ NGO കോൺഫെഡറേഷൻ ഭാരവാഹി അനന്തകൃഷ്ണന്റെ അക്കൗണ്ടിലേക്ക് അടച്ചിട്ടുള്ളത്. അനന്തകൃഷ്ണനെതിരെ കേസ് വന്ന് 2024 ജൂൺ 6 ശേഷവും കോട്ടപ്പുറം IRTC വഴി പണം വാങ്ങിയതായി പണം നഷ്ടപ്പെട്ടവർ ആരോപിച്ചു. ഈ തുക അനന്തകൃഷ്ണന്റെ അക്കൗണ്ടിലേക്ക് പോയിട്ടില്ലെന്ന് പണം നഷ്ടപ്പെട്ടവർ പറഞ്ഞു. കടമ്പഴിപ്പുറം ICDC ചെയർമാൻ ചോലയിൽ വാസുദേവനെയും കോട്ടപ്പുറം തോട്ടക്കര IRDC ചെയർമാൻ K ഉണ്ണികൃഷ്ണനെയും അറസ്റ്റ് ചെയ്യണമെന്നും ഓഫീസിലെ CCTV പരിശോധിക്കണമെന്നും തട്ടിപ്പിനിരയായവർ ആവശ്യപ്പെട്ടു. വനിതകൾക്കാണ് കൂടുതൽ തുക നഷ്ടപ്പെട്ടത്. വനിതകൾക്കുള്ള പ്രത്യേക പദ്ധതിയെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ്. പണം നഷ്ടപ്പെട്ടവരിൽ ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരും ഉൾപ്പെടുമെന്ന് OK സൈദലവി പറഞ്ഞു. പുഞ്ചപ്പാടം സ്വദേശിക്ക് കടമ്പഴിപ്പുറത്തും കോട്ടപ്പുറത്തും പണം നഷ്ടപ്പെട്ടു. ലാപ്ടോപ്പിനും സ്കൂട്ടറിനുമാണ് പണം നൽകിയത്. കോട്ടപ്പുറം IRTC ഓഫീസ് അടഞ്ഞുകിടക്കുകയാണ്. വീട്ടിലെത്തിക്കൊടുത്ത പണം തിരികെ ചോദിച്ചതിന് പൊതുപ്രവർത്തകൻ OK സൈദലവിക്കെതിരെ വീട്ടിൽ അതിക്രമിച്ച വീട്ടിൽ കയറിയതിന് കേസുമായി. സൈദലവിയുടെ ഭാര്യയാണ് വാഹനത്തിന് പണമടച്ചിരുന്നത്. ശ്രീകൃഷ്ണപുരം പോലീസ് ഇതുവരെ 14 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കടമ്പഴിപ്പുറത്തെയും കോട്ടപ്പുറത്തെയും സ്ഥാപനങ്ങൾക്കെതിരെ ലഭിച്ച പരാതികളുടെ എണ്ണം 600ആയി. N സക്കീന, കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗം M രുക്മണി, കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് അംഗം R പ്രഭാവതി, KP സുധീർ എന്നിവർ സമരത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.